അല്ല, മീ ആൻഡ് മൈ ഫാദർ വെൻ ഫോർ ഷോപ്പിംഗ്. അവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഞാൻ അല്ലെങ്കിൽ ഞാനും എന്നൊന്നും പറയാൻ മീ ഉപയോഗിക്കരുത്. നമ്മളിടയിൽ പൊതുവെ തെറ്റായിട്ട് അത് ഉപയോഗിക്കുന്നതാണ്. മീ എന്നുള്ളതൊരു ഒബ്ജക്റ്റീവ് പ്രോനൗണാണ്. അതായത് എന്നെ എന്ന് പറയാൻ ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചു, മൈ ഫാദർ കോൾഡ് മീ. അവരെന്നെ സഹായിച്ചു, ദേ ഹെൽപ്ഡ് മീ. അവൻ എന്നെ കണ്ടു, ഹീ സോ മീ. അങ്ങനെ പറയാനാണ് മീ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ ഞാൻ എന്നോ ഞാനും എന്നൊക്കെ പറയാൻ ഐ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഐ ഉപയോഗിക്കുമ്പോഴും വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മലയാളത്തിൽ ഞാനും എൻ്റെ അച്ഛനും, ഞാനും എൻ്റെ അമ്മയും, ഞാനും എൻ്റെ സഹോദരിയും, ഞാനും എൻ്റെ സഹോദരനും, ഞാനും എൻ്റെ സുഹൃത്തുക്കളും എന്നൊക്കെ പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഈ ഞാനും അവസാനമാണ് വരിക. മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ, അതായത് ഞാൻ എൻ്റെ ഫ്രണ്ട്സും ഞാനും, മൈ ഫ്രണ്ട്സ് ആൻഡ് ഐ തിരിച്ചാൽ വരിക. മൈ ഫാദർ ആൻഡ് ഐ, മൈ മദർ ആൻഡ് ഐ, മൈ സിസ്റ്റർ ആൻഡ് ഐ. ഇനി കുറച്ച് കൂടുതൽ ആൾക്കാരെ പറയുമ്പോൾ ഞാനും അച്ഛനും അമ്മയും സിസ്റ്ററും ബ്രദറും എന്നൊക്കെ പറയുന്ന സമയത്ത് മലയാളത്തിൽ ഞാൻ ആദ്യം തുടങ്ങുന്നത്, എന്നാൽ ഇംഗ്ലീഷിൽ ഞാൻ അവസാനമാണ്. മൈ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ ആൻഡ് ഐ. ഈ അവസാനത്തിൽ ആളുടെ മുമ്പിൽ മാത്രമേ ആന് ചേർക്കാൻ പാടുള്ളൂ. അല്ലാണ്ട് മൈ ഫാദർ ആൻഡ് മൈ മദർ ആൻഡ് മൈ സിസ്റ്റർ, നോ. മൈ ഫാദർ, മദർ, സിസ്റ്റർ, ബ്രദർ, ആൻഡ് ഐ. അങ്ങനെയാണ് ഉപയോഗിക്കുക. ആൻഡ് ഐ എന്നുള്ളത് സ്പീഡിൽ പറയുമ്പോൾ ആൻ ഐ എന്ന് വരാം. ആൻ ഐ, ആൻഡ് എന്ന് ക്ലിയർ ആയിട്ട് വരില്ല. മൂന്നാമത്തെ കാര്യം, പിന്നെ ഇതിൽ ഷോപ്പിങ്ങിൻ്റെ കൂടെ ഫോർ ഉപയോഗിക്കരുത്. ഐ വെൻ ഷോപ്പിംഗ് എന്നേ പറയും, ഐ വെൻ ഫോർ ഷോപ്പിംഗ് എന്ന് പറയില്ല. വി വെൻ ഷോപ്പിംഗ് യെസ്റ്റർഡേ, ഞങ്ങൾ ഇന്നലെ ഷോപ്പിങ്ങിന് പോയി. ഞാൻ എല്ലാ വീക്കെൻഡിലും ഷോപ്പിങ്ങിന് പോകാറുണ്ട്. ഐ ഗോ ഷോപ്പിംഗ് എവറി വീക്കെൻഡ്, അങ്ങനെ പറയാം. വെൻ ഫോർ ഷോപ്പിംഗ് ഗോ ഫോർ ഷോപ്പിംഗ് ഉപയോഗിക്കരുത്. അപ്പോൾ ഒന്നുകൂടി കറക്റ്റായിട്ട് പറഞ്ഞ്, മൈ ഫാദർ ആൻഡ് ഐ, അല്ല ഫോർ വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. മൈ ഫാദർ ആൻഡ് ഐ വെൻ ഷോപ്പിംഗ് യെസ്റ്റർഡേ, ഇന്നലെ ഞാനും എൻ്റെ അച്ഛനും ഷോപ്പിങ്ങിന് പോയി. അങ്ങനെ പറഞ്ഞാൽ മതി. വെൻ ഷോപ്പിംഗ് പ്രത്യേകം ഓർക്കുക. വെൻ ഫോർ, ഗോ ഫോർ എന്നൊന്നും ഷോപ്പിങ്ങിൻ്റെ മുമ്പിൽ ഉപയോഗിക്കില്ല. വെൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഗോ ഷോപ്പിംഗ്. ക്ലിയർ ആയോ?